കാരണം നിന്റെ മക്കളുണ്ട് ഇന്ന് ഞാന് സ്വർണം കൊടുത്തപ്പോ ആദ്യം ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ആ പെണ്ണിനെ കയ്യിലാണ് സ്വർണം കൊടുത്തത്. അതെന്താറിയോ? ആ സഹോദരി എന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരി ആർക്ക് നമ്മളെ മക്കൾക്ക് വേണ്ടിയാ. എന്നാൽ ആ കുഞ്ഞു പെങ്ങൾ വന്നൊരു ഹിന്ദു സഹോദരി, മുസ്ലിമായ സഹോദരി വന്ന് എന്റെ മുന്നിൽ കരഞ്ഞത് തന്റെ ഭർത്താവിന്റെ പെങ്ങള് അവളൊരു നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ട്. ഭർത്താവ് മരിച്ചു, അമ്മായിമ്മ മരിച്ചു, അമ്മോശ മരിച്ചു, ആരുമില്ല. ആ പെങ്ങള് അടുത്ത വീട്ടിൽ പണിക്ക് പോയിട്ടാണ് നാത്തൂമാരെ നോക്കുന്നത്. അപ്പൊ അവളാണ് ആ സ്വർണം കൊടുക്കുന്ന അർഹത. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് തരാതിരിക്കട്ടെ. 66 എത്തിമക്കള് രണ്ട് കുട്ടികളാ. 66 മക്കളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. 66 ഒരുപാടുണ്ട്. അതെന്തിനാ വിളിച്ചോലെ ബുദ്ധിമുട്ടിച്ചു തരോ? ഇന്ന് ഇവിടെ ദുആ ചെയ്യുമ്പോ ആ പൊന്നുമക്കൾ അവരൊറ്റൊരാളാമീ പറഞ്ഞാൽ, ആ പൊന്നുമക്കൾ ആമീ പറഞ്ഞാൽ നമ്മളെ വിഷമങ്ങളൊക്കെ മാറും. ഈ കൂട്ടുകാർ ഇവിടെ ഇരിക്കുന്നത് എന്റെ മക്കൾ 66 മക്കൾ. ഒരിക്കലും നോട്ട് പുസ്തകങ്ങളൊക്കെ ഞാൻ വാങ്ങി. ഓല് ഒരു മാസം 5000 കൊടുക്കുന്നവരുണ്ട്, 10000 ഞാൻ കൊടുക്കുന്നുണ്ട്. ഓരോ ഹോസ്പിറ്റലിൽ ചെലവ് പോലെ എന്ത് വാങ്ങലും ഞാൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മിനിങ്ങാണ് ഒരു 5 മക്കൾ 3 എന്റെ മുന്നിൽ കൊടുക്കും. വാപ്പല്ല 3 മക്കൾ കുട്ടിന്റെ കുപ്പായം കീറിയിരിക്കുന്നു. ഞാൻ ചോദിച്ചല്ല മോനെ, ഞാൻ വിചാരിച്ചു ഇന്ത്യക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കുപ്പായം കീറി കൊടുന്നാണ്. ഞങ്ങളെ മക്കളുടെ ഡ്രസ്സ് പോലും ശരിക്കില്ല. എന്റെ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കണം. എന്റെ മക്കൾക്ക് ഒരു ഡ്രസ്സ് ഒന്നും ശരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാൾ മുന്നിൽ ചെന്ന് കൈ നീട്ടുന്ന തരാതിരിക്കട്ടെ. 66 മക്കളെ ഞാൻ, പിന്നെ 3 കുട്ടികൾ വയനാട്ടിലാണ്. 3 മക്കള് വയനാട്ടിലാണ്, ബാക്കിയുള്ളത് പല ജില്ലകളിലുമാണ്. ഇന്നും ആളുകൾ ഇങ്ങനെ വരികയാണ്, എന്റെ കുട്ടി ഏറ്റെടുക്കണം. ഒരു ഗതിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. പക്ഷേ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് ആർക്കറിയോ? നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്കാണ്. നിങ്ങളൊക്കെ എഴുതി വെച്ചോ? നിങ്ങളൊക്കെ മരണപ്പെട്ടു പോയാൽ നിങ്ങളെ ശറഫാക്കപ്പെട്ട ജനാസ അത് കൊടുപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മയ്യത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിസ്കരിച്ചിട്ട് നിങ്ങളെ ശറഫാക്കപ്പെട്ട ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى എന്ന് ഖബറിൽ വെച്ച് മണ്ണിടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയട്ടെ മലക്കുകളോട്, ആ വന്ന് കിടക്കുന്ന മയ്യത്തിനോട് ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. ആ മയ്യത്ത് ഒരുപാട് യതീമക്കളെ സംരക്ഷിച്ചവരാണ്, ദുനിയാവിൽ ഒരുപാട് സലാത്ത് ചൊല്ലിയവരാണ്, ഒരുപാട് യതീമക്കൾ കത്താനിയായവരാണ് എന്ന് പറയാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാദിരിൽ ആഖിറ, പാരത്രികമായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ ഖബറാണ്. ഖബറിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടോ അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. ഖബറിൽ രക്ഷപ്പെടാൻ മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ, ഒത്തിരി ആളുകൾ ഇപ്പൊ നവംബർ 30-ാം തീയതി എന്നാണ് എന്നാ കല്യാണം നമ്മളെ നവംബർ 30-ാം തീയതി 20 കുട്ടികളായി, 20 മക്കളായിപ്പോ. എന്നാല് നമുക്കൊരു ആശങ്കയില്ല, പൈസന്റെ വിഷമം ഒന്നുമില്ല. ആളുകൾ വാരിക്കോരി തരിക, വേണ്ടെന്ന് പറഞ്ഞാലും അത് പറ്റൂല എടുക്കണം, വേണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കുന്നില്ല. എന്നാൽ ഒരു ഉമ്മ 2 വള തന്നു. ഒരു ഉമ്മ വലിയ ഭർത്താവും കുടുംബമൊക്കെ വന്നു. ഭർത്താവൊക്കെ വന്നിട്ട് ഒരു കുടുംബം 2 വള
നിങ്ങൾ വേണ്ട ഒന്നും മതിയാ മക്കൾ രക്ഷപ്പെടട്ടെ. മക്കൾ അല്ലാഹു മക്കളുടെ ബറക്കത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ ജീവിതം അങ്ങനെയാണ്. എന്തുകൊണ്ട് അല്ല പരാജയപ്പെട്ടല്ലോ ഇവരെ സംരക്ഷിക്കുന്നതുകൊണ്ടാ. പക്ഷെ ഞാൻ ഒരിക്കലും എത്തിക്കുട്ടികളെ നാട് പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ 17-18 വീട് നിർമ്മിച്ചു. ഭാര്യമാര് ഗർഭിണിയുള്ള സമയത്ത് ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയ കുടുംബത്തിന് 17 വീട്. അങ്ങനെ ആ വീട് ഇങ്ങനെ വെച്ച സമയത്താണ് ഒരു ദിവസം ഒരു പെണ്ണ് പൊട്ടിക്കരഞ്ഞിട്ട് പലരുടെ അമ്മത്തിന് തന്നെ പുറക്കാട്ടില്ല. എന്താ വെച്ചു? എന്താ നിങ്ങൾ കരഞ്ഞിന്റെ വീട്ടിലേക്ക്? എന്നോട് പറയാൻ എന്റെ പൊന്നുമോളൊക്കെ 27 വയസ്സായി. 27 വയസ്സായി നാട്ടിലൊക്കെ പാടില്ല പെര വെച്ചാണ്. ഇപ്പൊ അവളെ കല്യാണത്തിന് ഒരാളെ മുന്നിലും ചെന്ന് കൈ നിന്നിട്ടുണ്ട്. ഗതികേടിലാണ്. ഇനി എങ്ങനെ വീട് ആൾക്കാർ വെച്ചെന്നു എന്റെ കുട്ടിനെ കെട്ടിക്കാൻ എങ്ങനെ ഞാൻ പോയിട്ട് പറയാം? ഒരു വിഷമത്തിലാണ്. 24 മണിക്കൂർ ഫോണിലാണ്. അവൾ വഴി തെറ്റി പോകുന്ന ഒരു പേടിയുണ്ട്. അങ്ങനെ ഞാൻ എന്ത് കാട്ടി? ഒരു മുതലാളിന്റെ അടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഇന്നൊരു മുതലാളിന്റെ അടുത്ത് പോയാൽ ഓൾ എന്നെ സഹായിക്കടിച്ച് അവിടെ പോയിട്ട് പറയാൻ. ഈ കുഞ്ഞു പെങ്ങള് ഒരു ആലയത്തിൽ പോയിട്ട് മുതലാളി പറഞ്ഞു, മുതലാളി നാട്ടിലൊക്കെ പഠിച്ച് വില വെച്ചു എന്റെ കുട്ടിക്ക് കല്യാണം 27 വയസ്സൊരു ഗതിയില്ല. അപ്പൊ അയാള് പറഞ്ഞു, എന്റെ കൂടെ കോഴിക്കോട്ട് കറങ്ങാവാ, എന്റെ കുട്ടിനെ കെട്ടിക്കാൻ. സമ്മതിച്ചില്ലേടാ, എന്റെ പൈസ വേണ്ട, അള്ളാനെ മറന്നിട്ടുള്ള ഒരു കളിയുമില്ല. അങ്ങനെ കരഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ അടുത്ത വീട്ടിൽ അമ്മ ഇരിക്കത്തില്ല. എന്താ പെണ്ണിട്ട് ഇങ്ങനെ കരഞ്ഞു വരുന്നേ? ഇതിന്റെ കരഞ്ഞു വരുന്നേ? അപ്പൊ പറഞ്ഞ മോളെ കല്യാണത്തിന്റെ ആവശ്യമായിട്ട് ഞാനൊരു സ്ഥലത്ത് പോയി. ഓനോട് പറഞ്ഞപ്പോ ഓരോ കൂടെ ഞാൻ കറങ്ങാൻ പോണത്തിന് ശിവനെ. അപ്പൊ ഉമ്മ പറഞ്ഞു, അങ്ങനെ സംഭവിച്ചോ? എന്നുവെച്ചാൽ അവിടെ നിൽക്കിട്ടോ, ഞാനൊരു ഫർദ ഇട്ടെന്ന് പറഞ്ഞ വലിയ മന്ദാക്കി ഒരു ഫർദ ഇട്ടിട്ട് നേരെ വന്നത് അമ്മ നേരെ കുടക്കാട് നമ്മളെ നൂറെ ഹാബിബ് തങ്ങളെടുത്താണ്. അറിയില്ല, ഞാൻ എന്റെ പരിചയമില്ല. ആ തങ്ങളെടുത്ത് വന്നിട്ട് പറയുന്നത് ഇങ്ങനെ അവസ്ഥ. അന്ന് മുതല് ഞാൻ എന്റെ കൂടെ പറഞ്ഞവരോട് പറഞ്ഞു, എന്റെ നൂറെ ഹബീബിന്റെ മുത്തുമനോട് പറഞ്ഞു, ഇങ്ങനെ അവസ്ഥ നമ്മൾ എന്താ ചെയ്തു? ഒരു കുട്ടിനെ അങ്ങനെ 10 കുട്ടികളെ കെട്ടിക്കാൻ, സുബ്ഹാനല്ലാഹ്, 10 കുട്ടികളെ കെട്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടുന്ന് ഇന്ന് വരെ 72 മക്കളെ അൽഹംദുലില്ലാഹ് നൂറെ ഹബീബിന്റെ മുത്തുമനോട് കെട്ടിച്ചു. അങ്ങനെ കെട്ടുന്ന സമയത്ത് കുറച്ച് പൈസ ബാക്കിയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് പറയുന്നു, ഇരിക്കാൻ വീടില്ല. വാടക കൊടുക്കാത്തതിന്റെ പേരില് വീടിന്റെ മുതലാളി ചട്ടിയും പാത്രമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എന്താ കാട്ടി? ഞാൻ പറഞ്ഞു, ഞാനെന്താ കാട്ടി? 4 സെന്റ്